മുമ്പ് ഫെവിക്കോളൊന്നും യൂസ് ചെയ്യാതെ നമ്മൾ 2 ക്ലേ ഉണ്ടാക്കിയായിരുന്നു. ഒന്ന് മൈദ വെച്ചും മറ്റേത് അരിപ്പൊടി വെച്ചും. അപ്പോൾ ആ ക്രാഫ്റ്റിൻ്റെ റിസൾട്ട് എന്തായാലും സക്സസ് ആയിട്ടുണ്ട്. ഇതിൽ ആദ്യം കണ്ടത് നമ്മൾ മൈദ വെച്ചുണ്ടാക്കിയ ക്ലേയുടെ ക്രാഫ്റ്റാണ്. രണ്ടാമത് കണ്ട 3 അരിപ്പൊടി വെച്ചിട്ടുള്ളതും. ഈ ക്ലോക്ക് കണ്ടോ, ഇത് നമ്മുടെ ക്ലേയിൽ നമ്മൾ കളർ മിക്സ് ചെയ്തിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് നമ്മുടെ ക്ലേക്ക് വല്ല ചേഞ്ചും ഉണ്ടായിട്ടുണ്ടോ എന്ന് നോക്കാം. ഈ ക്ലേ ഉണ്ടാക്കിയിട്ട് ഏകദേശം ഒരാഴ്ച ആവുന്നുണ്ട്. പക്ഷേ ഞാൻ വിചാരിച്ച എന്തെങ്കിലും ബാഡ് സ്മെല്ല് വല്ലതും കാണുമെന്ന്. പക്ഷേ ഒന്നുമില്ലായിരുന്നു. നമ്മൾ അന്ന് ക്ലേ ഉണ്ടാക്കിയത് എങ്ങനെയാണോ അതേപോലെ തന്നെ ഇപ്പോഴും ഇരിപ്പുണ്ട്. അപ്പോൾ ഈ ബാക്കി ക്ലേ വെച്ച് നമുക്ക് വേറെ എന്തെങ്കിലും ക്രാഫ്റ്റും ചെയ്യാം. ഈ ക്രാഫ്റ്റ് എല്ലാം നല്ല രീതിക്ക് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് ഏകദേശം 2 ദിവസമാണ് എടുത്തത്. പിന്നെ എനിക്കിതിനകത്ത് ആകെക്കൂടി ഒരു കുഴപ്പം തോന്നിയത്, നമ്മുടെ അരിപ്പൊടി വെച്ചിട്ടുള്ള ക്ലേ ഇല്ലേ, അത് വെച്ച് ചെയ്യുന്ന ക്രാഫ്റ്റൊക്കെ ഉണങ്ങി കിട്ടാൻ ഭയങ്കര എളുപ്പമാണ്. പക്ഷേ അത് ഡ്രൈ ആയി കഴിഞ്ഞിട്ട് നല്ല രീതിക്കൊന്ന് താഴെ വീണാൽ പൊട്ടിപ്പോകുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു മൈദ വെച്ചുണ്ടാക്കിയ ക്ലേ ആണ് കുറച്ചുകൂടെ നല്ലതെന്ന്. അപ്പോൾ നിങ്ങൾ എന്തായാലും ക്രാഫ്റ്റ് ചെയ്യുമ്പോൾ മാക്സിമം മൈദ യൂസ് ചെയ്യാൻ നോക്കുക. പിന്നെ ഇതുപോലത്തെ വീഡിയോസ് കാണാനായി നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്